ദുഃഖം നമ്മളെല്ലാവരും അറിയുന്ന ഒരു അനുഭവമാണ്. ആർക്കും അതിനെ ഒഴിവാക്കാൻ കഴിയില്ല. അതിനെ മാറ്റാൻ നോക്കുമ്പോൾ, മറക്കാൻ നോക്കുമ്പോൾ അതിനെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ദുഃഖമുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖം? ഈ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ ദുഃഖത്തെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അനുഭവിക്കുന്ന വേദന. അതിനൊപ്പം സ്വസ്ഥമായി ശാന്തമായിട്ട് നമുക്കിരിക്കാൻ കഴിയണം. ദുഃഖം വരുമ്പോൾ എപ്പോൾ നീ പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ നിനക്കൊപ്പം സ്നേഹത്തോടെ ചേർന്ന് ഇരിക്കാമെന്നുള്ള ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ സമയത്ത് നമ്മുടെ ദുഃഖം ശാന്തമാവുകയും നമ്മുടെ ഉള്ളിൽ കരുണ നിറയുകയും ചെയ്യും. ദുഃഖത്തെ മാറ്റാൻ നോക്കുകയല്ല വേണ്ടത്. ദുഃഖത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുകയാണ് വേണ്ടത്. കാഴ്ചപ്പാട് വിശാലമാകുമ്പോൾ അവിടെ ദുഃഖത്തിന് കടന്നു വരാൻ കഴിയില്ല. അത് നമ്മെ വേദനിപ്പിക്കില്ലേ? ഒരിക്കൽ ഒരു യുവാവ് ഒരു സെൻ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു: എൻ്റെ ജീവിതം മുഴുവൻ ദുഃഖമാണ്, ഞാൻ എന്താണ് ചെയ്യുക? ഗുരു ആ സമയത്ത് ഒരു കപ്പിൽ നിന്ന് വെള്ളമെടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് യുവാവിനോട് പറഞ്ഞു: നീ ഈ വെള്ളം കുടിക്കുക. യുവാവ് അതിൻ്റെ രുചി അറിഞ്ഞ സമയത്ത് യുവാവ് പറഞ്ഞു: ഇത് കുടിക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഗുരു യുവാവിനെയും കൊണ്ട് ഒരു തടാകത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ഉപ്പിട്ടു. വെള്ളം കുടിക്കാൻ പറഞ്ഞു. യുവാവ് വെള്ളം കുടിച്ചു. ഗുരു ചോദിച്ചു. യുവാവ് പറഞ്ഞു: ഇതിൽ ഉപ്പില്ല, നല്ല വെള്ളമാണ് ഇതാ. അപ്പോൾ ഗുരു പറഞ്ഞു: നിൻ്റെ മനസ്സ് ആ ചെറിയ കപ്പ് പോലെ ആവുകയാണെങ്കിൽ ദുഃഖം വരുമ്പോൾ ആ ദുഃഖം നിന്നെ വേദനിപ്പിക്കും. അതേ സമയത്ത് നിൻ്റെ മനസ്സ് തടാകം പോലെ ആവുകയാണെങ്കിൽ, വിശാലമാകുകയാണെങ്കിൽ ആ ദുഃഖം നിന്നെ സ്പർശിക്കില്ല. നമ്മൾ ദുഃഖിക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സ് ചെറുതാകുന്നത് കൊണ്ടാണ്. ആ മനസ്സിന് വിശാലമാകുമ്പോൾ അവിടെ ദുഃഖത്തിന് കടന്നു വരാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ ദുഃഖിക്കുന്നത് നിസ്സാരമായ കാര്യങ്ങളെ ഓർത്തിട്ടാണ്, നിസ്സാരമായ പ്രവൃത്തികളെ ഓർത്തിട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, പറഞ്ഞാൽ ദിവസങ്ങളോളം നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വേദനിച്ചുകൊണ്ടേയിരിക്കും. ഈ വേദന നമുക്കുണ്ടാവുന്നത് നമ്മുടെ ചെറിയ മനസ്സ് അവിടെ ഉള്ളത് കൊണ്ടാണ്. ആ മനസ്സ് വിശാലമാവുമ്പോൾ ഈ പറയുന്ന കുറ്റപ്പെടുത്തലുകളെല്ലാം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. വിശാലമായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ ആ മനസ്സിന് വേദനിക്കാൻ കഴിയില്ല. അവിടെ ദുഃഖത്തിന് കടന്നു വരാനും കഴിയില്ല. ദുഃഖം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ചെറിയ മനസ്സാണ് ജയിച്ചിട്ടുള്ളത്. ആ മനസ്സിനെ നമ്മൾ വിശാലമാക്കണം. മനസ്സിൻ്റെ വിശാലത എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ എങ്ങനെയാണോ ആ സാഹചര്യങ്ങളെ അതേപോലെ സ്വീകരിക്കുക. സ്വീകരിക്കുന്നതിൽ ശക്തിയാണ്. അതിനെ എതിർക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ എന്ത് വരുമ്പോഴും അതിനെ സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ ദുഃഖമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ശരിയായ രീതിയിലുള്ള ആ ഒരു ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേദനിക്കുമ്പോൾ, കരയുമ്പോൾ, അതാണ് നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നില്ല. വിശാലമായ മനസ്സ് ഒരാൾക്കുണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിലൂടെ അയാൾക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ കരയുന്നുണ്ടെങ്കിൽ ആ ചെറിയ മനസ്സിൻ്റെ ജയമാണ് ഈ കരച്ചിലിന് കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ നമ്മൾ വിശാലമാക്കണം.